نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى وإذن الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമോപദേശങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. കരുണാവാരിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തക്കീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മദ്യവും മയക്കുമരുന്നുകളും സമ്മാനിക്കുന്ന ലഹരിയിൽ എല്ലാം മറക്കുന്ന ഒരു തലമുറയുടെ മുൻപിലാണ് നമ്മളുള്ളത്. വലിയ ആശങ്കയിലാണ് മാതാപിതാക്കളും കുടുംബാംഗങ്ങളും അപ്പാടെ. ജീവിതം തന്നെ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്ന അവസ്ഥയിലേക്ക് തലമുറ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. ഭീകരമായ, ഞെട്ടിക്കുന്ന, അതോടൊപ്പം വിഷമകരമായ, സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ പലതും. നൊന്തുപെറ്റ ഉമ്മയുടെ കഴുത്തറുത്ത 24-കാരനായ യുവാവ് ക്യാൻസർ രോഗം ബാധിച്ച് അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാതാവിനെയാണ് ലഹരിക്കടിപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ കത്തി ഉപയോഗിച്ച് ക്രൂരമായി കൊന്നുകളഞ്ഞത്. അബദ്ധം സംഭവിച്ചതല്ല എന്ന് തന്നെയാണ് പിന്നീട് പിടിക്കപ്പെട്ടപ്പോൾ നിയമപാലകരുടെയും മാധ്യമപ്രവർത്തകരുടെയും മുമ്പിൽ അവൻ കാണിച്ച ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അധ്യാപകന് കൊലവിളി നടത്തിയ ഒരു +1 വിദ്യാർത്ഥിയുടെ ക്ലിപ്പ് ഏതാനും ദിവസങ്ങളായി വലിയ വൈറലാണ്. പുറത്തു കിട്ടിയാൽ നിന്നെ ഞാൻ തീർത്തു കളയും
തീർത്ത് കളയും എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എങ്കിൽ കൊന്നുകളയും എന്ന് ആവർത്തിച്ച് പറഞ്ഞ 16-17 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി. ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് അബദ്ധവശാൽ പ്രചരിപ്പിക്കപ്പെട്ടോ അത് ശരിയോ തെറ്റോ അതിന്റെ ഒരു ചർച്ചകളിലേക്ക് ഞാൻ പോകുന്നില്ല. യഥാർത്ഥത്തിൽ ആ വിദ്യാർത്ഥിയെ മാറ്റിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടത് ആരാണ്? അവന് നൽകേണ്ടിയിരുന്ന കൗൺസിലിംഗ് ലഭിക്കാതെ പോയതാണോ? അധ്യാപകർക്ക് വടി തിരിച്ചു നൽകിയാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകുമോ? അതൊക്കെ അതിന്റെ ചർച്ചയുടെ മറ്റു വ്യത്യസ്തമായ തലങ്ങളാണ്. മിനിഞ്ഞാന്ന് നമ്മൾ സൗദി അറേബ്യയിലെ ജുബൈലിൽ നിന്ന് കേട്ടത് ഇതുപോലെ കരളലിയിക്കുന്ന മറ്റൊരു വാർത്തയാണ്. UP സ്വദേശിയായി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരു നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പിതാവ്, അദ്ദേഹത്തിന്റെ മകൻ ലഹരിക്കടിപ്പെട്ട് നാട്ടിൽ തെറ്റായ രീതിയിൽ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ സ്വാഭാവികമായും ആ പിതാവിന്റെ ഒരു ആഗ്രഹം കുറച്ചു കാലം തന്റെ കൂടെ കൊണ്ടുവന്ന് നിർത്തി അവനെ ഒന്ന് രക്ഷിച്ചെടുക്കാം. അങ്ങനെ ജുബൈലിൽ അദ്ദേഹം താമസിക്കുന്ന മുറിയിലേക്ക് അവനെ വിസ കൊടുത്ത് കൊണ്ടുവന്ന് കൂടെ കൊണ്ടു നടന്ന് പതുക്കെ പതുക്കെ അവനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ പിതാവിനെ കൊന്നു കളഞ്ഞു എന്ന് മാത്രമല്ല, കണ്ണ് ചൊരിഞ്ഞെടുത്തു അത്രേ ഈ ചെറുപ്പക്കാരൻ. അന്വേഷിച്ചപ്പോ കിട്ടിയ റിപ്പോർട്ട് ലഹരിക്കടിപ്പെട്ടത് തന്നെയാണ് ആ ചെറുപ്പക്കാരനെയും ഇത്ര ക്രൂരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇത് ഒന്നും രണ്ടുമല്ല ഇത്തരം വാർത്തകൾ. ദിനേന നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം വാർത്തകളാണ്. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികളും ലഹരിക്കടിപ്പെട്ട് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വൈകൃതങ്ങൾ ഒരു പൊതുസമൂഹത്തിൽ, വിശിഷ്യ ഇതുപോലൊരു സദസ്സിൽ പറയാൻ പറ്റുന്നതല്ല പലതും. 4ാം ക്ലാസ്സുകാരിയുടെ ബാഗ് പരിശോധിച്ചപ്പോ മാതാവിന് കിട്ടിയത് 2500 രൂപ വില വരുന്ന ഒരു ഇലക്ട്രോണിക് സിഗരറ്റ് ആയിരുന്നു അത്രേ. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എന്താണിത് എന്ന് പോലും നമ്മുടെ സൊസൈറ്റിയിലുള്ള സാധാരണ രക്ഷിതാക്കൾക്ക് അറിയുകയില്ല. മക്കളും ആ ലെവലിൽ തന്നെയൊക്കെയാണ് ജീവിക്കുന്നത് എന്നാണ് രക്ഷിതാക്കളായ നമ്മുടെയൊക്കെ ധാരണ. 8ാം ക്ലാസ്സിലെ കുട്ടിയുടെ ബാഗിൽ നിന്ന് കിട്ടിയത്, പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് കിട്ടിയത് MDMA എന്ന് പറയുന്ന മാരകമായ രാസലഹരി. മുമ്പൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിരുന്നത് ചെറുപ്പക്കാര് കള്ളിനും കഞ്ചാവിനും അടിപ്പെട്ട് പോകുന്നു എന്നുള്ളതായിരുന്നു. ഇന്ന് സിന്തറ്റിക് ലഹരികൾ, ലഹരികളിലാണ് യുവത കമഴ്ന്നു വീണിരിക്കുന്നത്. MDMA, LSD, LSA, മെത്തഫിറ്റമിൻ, അതൊക്കെ അതിന്റെ സാങ്കേതിക നാമങ്ങളാണ്. ഇവർക്കിടയിൽ അതല്ലാത്ത അതിനവരുപയോഗിക്കുന്ന ചില ഓമന പേരുകളിലാണ് ഈ വസ്തുക്കൾ ഇവർക്കിടയിൽ അറിയപ്പെടുന്നത്. ഒറ്റത്തവണ ഉപയോഗിച്ചാൽ ജീവിതം മൊത്തം അതില്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത അത്രയും പവർഫുള്ളായ ലഹരി വസ്തുക്കൾ. ഒരു സൂചി മുനയിൽ പുറത്തെടുക്കാൻ പറ്റുന്ന അത്ര 0.5 അത്രയാണ് സാധാരണ നിലക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ ഉപയോഗിക്കുന്നത്. അത്ര അതിന് 2500 മുതൽ 3000 രൂപ വരെയൊക്കെയാണ് വില വരുന്നത്. അത് ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവന് 24 മണിക്കൂർ അതിന്റെ എഫക്റ്റ്, ചിലപ്പോൾ 48, ചിലപ്പോൾ 3 ദിവസമൊക്കെ. പക്ഷെ അത് കഴിഞ്ഞാൽ അടുത്ത സമയം വരുമ്പോ നിർബന്ധമായിട്ടും അവരത് ലഭിക്കണം. ഈ രംഗത്തുള്ള
ഉദ്യോഗസ്ഥർ, വിദഗ്ധർ പറയുന്നത് ഇപ്പറഞ്ഞ രീതിയിലുള്ള ലഹരി വസ്തു ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ രുചി നോക്കിയാൽ അതിൽ പിന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത 5%. എന്ന് വെച്ചാൽ 100 പേർ ഇത് ടേസ്റ്റ് നോക്കിയാൽ 5 പേർക്ക് മാത്രമേ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് ഒന്നിനും പറ്റാതെ ഛിന്ന ഭിന്നമായി ജീവിതം അവസാനിപ്പിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇത് അനുഭവസ്ഥർ പറയുന്നതാണ്. വളാഞ്ചേരിയിലെ ഒരു ചെറുപ്പക്കാരന്റെ ഒരു വീഡിയോ ഈ അടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർ മുഖേന ചില മാധ്യമ പ്രവർത്തകർ പുറത്തുവിടുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ കോഴിക്കോട് ബീച്ചിലേക്ക് പോയ സന്ദർഭത്തിലാണ് ആദ്യമായി ഞാൻ ഇത് ഉപയോഗിക്കേണ്ടി വന്നത്. എന്റെ ഫ്രണ്ട്സ് ഇതിന്റെ ആളുകളാണ്, ഇതുപോലെയുള്ള സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കുന്നവരാണ് എന്ന് എനിക്കറിയുമായിരുന്നില്ല. 22 വയസ്സ് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുക പോലും എടുത്തില്ല, ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല. പക്ഷെ അന്ന് ബീച്ചിൽ വെച്ച് അവരെന്നോട് പറഞ്ഞു, വെറുതെ രസത്തിന് ഇതൊന്ന് ടേസ്റ്റ് നോക്ക്. അപ്പൊ അവൻ പറഞ്ഞു, എനിക്കത് വേണ്ട. അവര് പറഞ്ഞു, എല്ലാം ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതല്ലേ. നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ചില വാക്കുകൾ ചില പ്രത്യേക സന്ദർഭത്തിൽ നാം പോലും അറിയാതെ നമ്മുടെ മനസ്സിൽ ഇടം നേടും. അതാണ് പിന്നീട് ആ മക്കൾ ആവർത്തിച്ച് പറയുക. ഇവര് പറഞ്ഞത് എല്ലാം ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതല്ല. അതിനിപ്പോ എന്താ പ്രശ്നം? ഈ സ്ഥിരം ഉപയോഗിക്കൊന്നും വേണ്ട, വെറുതെ ഒന്ന് രസത്തിനൊന്ന് ടേസ്റ്റ് നോക്ക്. എന്നിട്ട് പിന്നീട് അവർ പറയുന്ന അതിന്റെ ചില ഉപയോഗം, അതിന്റെ ചില ഗുണഗണങ്ങളുണ്ട്. നിനക്ക് ധൈര്യം വരും, നിന്റെ കോൺഫിഡൻസ് കൂടും. പഠിക്കുന്ന കുട്ടികളോട് +2 കഴിഞ്ഞ് ഏറ്റവും നല്ല മാർക്കോട് കൂടി പാസ്സായി MBBS-നോ എഞ്ചിനീയറിംഗിനോ അഡ്മിഷൻ ലഭിച്ച കുട്ടികളോട് ഈ രംഗത്തുള്ള കരിയേഴ്സ് എന്ന് പറയുന്നത് മെമ്മറി പവർ കൂടും, പെട്ടെന്ന് പഠിക്കാൻ പറ്റും, എനർജി കൂടും, നല്ല എക്സാമിന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. നീ കുടുംബത്തിലെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവരോട് പറയുന്നത് ടെൻഷൻ കുറയും, ഹാപ്പിനെസ്, സന്തോഷം ഉണ്ടാകും. ഓരോരുത്തർക്കും പറ്റിയ ലാംഗ്വേജ്, വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മാഫിയ, ലഹരി മാഫിയ, അവർ വിരിച്ചിരിക്കുന്ന ആർക്കും കണ്ടെത്താൻ പറ്റാത്ത ഭീകരമായ വലയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ ചെറുപ്പക്കാരനും ആദ്യ തവണ അത് ഉപയോഗിക്കേണ്ടി വന്നത്. പിന്നെ ഇതിന്റെ ശാസ്ത്രീയമായ, മനഃശാസ്ത്രപരമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത്തരം വസ്തുക്കൾ, ഇത്തരം 3-4 കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ ബ്രെയിനകത്ത് സന്തോഷം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഈ സന്തോഷം ലഭിക്കുവാനുള്ള ചില കെമിക്കൽസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ബ്രെയിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ലഹരി വസ്തുക്കൾ, അഥവാ ഹാപ്പി ഹോർമോൺസ് എന്നറിയപ്പെടുന്ന ഡോപാമിൻ, സെറാട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോകനോബിനോയിഡ്, എൻഡോർഫിൻ തുടങ്ങിയ ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. ഈ സാധനം എന്തായിരിക്കട്ടെ, അത് ഉള്ളിലേക്ക് ചെന്നാൽ സ്വാഭാവികമായിട്ടും അവരുടെ ബ്രെയിനകത്ത് ഈ ഹോർമോണിന്റെ ക്രിയേഷൻ നടക്കും. അപ്പോ അവൻ സന്തോഷമുള്ളവനായി മാറും. അതിൽപ്പെട്ട ഒന്ന് ലഹരി വസ്തുക്കളാണ്. രണ്ടാമത്തേത് ഗാംബ്ലിംഗ് അഥവാ ചൂതാട്ടം. ഇന്നത്തെ പുതിയ വേർഷനിൽ പറഞ്ഞാൽ ലോട്ടറി. എന്തുകൊണ്ടാണ് ചില ആളുകൾ ലോട്ടറി ടിക്കറ്റ് എടുത്ത് 100ഉം 1000ഉം 10000ഉം നഷ്ടപ്പെടുത്തിയാലും പിന്നെയും കിട്ടുമെന്ന പ്രതീക്ഷയിൽ അത് എടുത്തുകൊണ്ടിരിക്കുന്നത്? അത് എടുക്കുമ്പോൾ അവരുടെ ബ്രെയിനകത്ത് ഈ ഡോപ്പമിൻ ക്രിയേഷൻ നടക്കും. അപ്പൊ ഇതിൽ കിട്ടിയിട്ടെങ്കിൽ അടുത്തതിൽ കിട്ടും. ചിലരൊക്കെ ചൂത് കളിക്കാൻ വേണ്ടി, ഇന്ന് ചൂതിന്റെ വ്യത്യസ്തമായ രൂപങ്ങളുണ്ട്. മൊബൈൽ ഫോണിൽ ആളുകൾക്ക്, കുട്ടികൾക്ക് ലഭിക്കുന്നത് ഇതേ ഡോപ്പമിൻ എഫക്റ്റ് ആണ്. ഒരിക്കൽ 5 മിനിറ്റ് മൊബൈൽ ഫോണിൽ ഷോർട്സും റീൽസും കണ്ടാൽ
അവന്റെ ബ്രെയിനകത്ത് ഈ ഡോപ്പമിൻ വർക്ക് ചെയ്യും, അവൻ ഹാപ്പിയായി മാറും. പക്ഷെ അടുത്ത തവണ 5 മിനിറ്റ് എന്നുള്ളത് അതേ ഹാപ്പിനെസ് ലഭിക്കണമെങ്കിൽ, അതേ സന്തോഷം ലഭിക്കണമെങ്കിൽ 10 മിനിറ്റ് കളിക്കണം. നെക്സ്റ്റ് ടൈം അത് 15 മിനിറ്റ് ആകും. ഇതാണ് ഇതിന്റെ ഒക്കെ പ്രത്യേകത. മൂന്നാമത്തേത് സെക്സ് ആണ്. ഈ 3 കാര്യങ്ങളാണ് ആളുകൾക്ക് സന്തോഷം നൽകുന്നത്. ഇതിന്റെ 3ന്റെയും പ്രത്യേകത, പോസിറ്റീവായ നിലക്കല്ല ഇത് ലഭിക്കുന്നത് എങ്കിൽ അതിന്റെ ഇഫക്റ്റ് പിന്നീട് കിട്ടാൻ ഇതിന്റെ തോത് വർദ്ധിപ്പിച്ച് കൊണ്ടുവരണം. അപ്പോഴേ നേരത്തെ കിട്ടിയ സന്തോഷം അവര് കിട്ടൂ. ഇങ്ങനെയാണ് ആളുകൾ ലഹരി വസ്തുക്കളിലേക്ക് അടിപ്പെട്ടു പോകുന്നത്, മൊബൈൽ അഡിക്ഷനിലേക്ക് വീണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കള് കളിച്ചുകൊണ്ടിരിക്കുന്ന പബ്ജി, ഫ്രീ ഫയർ, ഗ്ലൂമി സൺഡേ പോലുള്ള നിരവധി ഗെയിമുകളുണ്ട്. ഇതൊക്കെ കുട്ടികള് വളരെ ക്രിയേറ്റീവായിട്ട് മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ അതല്ല പലപ്പോഴും നമ്മുടെ മക്കൾ ചെയ്യുന്നത്. 4ഉം 5ഉം 6ഉം ഒരു പക്ഷെ 10ഉം കുട്ടികൾ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ഗെയിം കളിക്കുന്നു. ഒരു പക്ഷെ ഒന്നിച്ചായിരിക്കാം ഇരിക്കുന്നത്, അല്ലെങ്കിൽ ചിലർ ഒരു പക്ഷെ മറ്റേതെങ്കിലും രാജ്യത്തായിരിക്കാം. നമ്മൾ നോക്കുമ്പോ നമ്മുടെ മോൻ വെറുതെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവൻ വെറുതെ കുത്തിക്കൊണ്ടിരിക്കുകയല്ല, അവൻ ഏതോ പ്രത്യേകമായ കമ്പനിക്കാർ നമ്മുടെ രാജ്യത്തെ യുവതലമുറയുടെ ചിന്താശേഷിയെ തകർക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗെയിമിൽ അഡിക്റ്റഡ് ആണ് ഈ കുട്ടി. ഇത് നമ്മൾ അറിയുന്നില്ല. കുട്ടി അരമണിക്കൂർ മൊബൈലിൽ ഇരുന്നു, അത്ര നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനേക്കാൾ മാരകമാണ് മൊബൈൽ അഡിക്ഷൻ എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ പുതിയ മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. ഇതൊക്കെ മനുഷ്യന് നൽകുന്നത് ഈ സന്തോഷമാണ്. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ പിന്നീട് പറയുന്നത്, ഒന്നാമത്തെ തവണ ഈ പറഞ്ഞ 0.5 2500 രൂപ വില വരുന്ന സാധനം ഞാൻ ഉപയോഗിച്ചു. പക്ഷെ 3-ാം ദിവസം എനിക്കത് കിട്ടാത്തത് കൊണ്ട് പ്രശ്നമായി. ആ 2500 കൊടുത്ത് ഞാനത് വാങ്ങാൻ തുടങ്ങി. അത് പിന്നീട് 5000-ഉം 25,000-ത്തിലേക്കും എത്തിയപ്പോഴാണ് എനിക്ക് ബോധം വന്നത് എന്ന ചെറുപ്പക്കാരൻ പറയാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച രക്ഷപ്പെട്ട 5% ഉൾപ്പെടുവാൻ ഭാഗ്യവശാൽ ഈ ചെറുപ്പക്കാരന് സാധിച്ചു. അല്ലാത്തവര് പലരും പിന്നെ ചെയ്യുന്ന വഴി എന്താ? ഞാൻ പറയാണ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, നഴ്സുമാര്, വലിയ വലിയ ബിസിനസ്സുകാര്, ഇവർക്കൊക്കെയാണ് ഞാൻ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത്. കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടിൽ നിന്നുമാണ് ഞാൻ സാധനം വാങ്ങിയിരുന്നത്. എന്റെ നാട്ടിൽ പരമാവധി ആരും അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ പിന്നീട് ഈ കാര്യങ്ങൾ നാട്ടിലാകെ അറിഞ്ഞു. എന്റെ അടുക്കൽ ഹസ്ബൻഡും വൈഫും ഒന്നിച്ചു വന്ന് ലഹരി വസ്തുക്കൾ വാങ്ങുമായിരുന്നു. ബ്രദറും സിസ്റ്ററും ഒന്നിച്ചു വന്ന് ലഹരി വസ്തുക്കൾ വാങ്ങുമായിരുന്നു. അവർക്ക് ഞാൻ ഇത് നിർലോഭം വിതരണം ചെയ്തു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെയാണ് എനിക്ക് ഉപയോഗിക്കുവാനുള്ള വക ഞാൻ കണ്ടെത്തിയത്. അങ്ങനെ ഞാൻ കുറെ കാലം കരിയറായി മാറി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്റെ ഒരു സുഹൃത്ത് 6 തവണ ഡി അഡിക്ഷൻ സെന്ററിൽ പോയി. ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ ഇതിനടിപ്പെട്ട് അവസാനം എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ തരക്കടില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഇവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരുപാട് ഡി അഡിക്ഷൻ സെന്ററുകൾ നല്ല നിലക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. കോഴിക്കോട്ടുണ്ട്, തിരൂരുണ്ട്, പല ഭാഗങ്ങളിലുണ്ട്. പക്ഷെ 6 തവണ പോയിട്ടും ഇറങ്ങിക്കഴിഞ്ഞാൽ, 1 മാസത്തെയോ 40 ദിവസത്തെയോ കോഴ്സ് പൂർത്തിയാക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മാഫിയ സംഘം വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും അവനെ അതേ വഴിയിലേക്ക് കൊണ്ടുപോകും. പക്ഷേ എനിക്ക് എന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ സാധിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരുത്തൻ, അല്ലെങ്കിൽ നമ്മളുമായി അടുത്തിടപഴകുന്ന ഒരുത്തൻ, നമ്മുടെ ഫ്രണ്ട്സ്, രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടത് മക്കളുടെ ഫ്രണ്ട്സ്, കൂട്ടുകാരാരൊക്കെയാണ്. ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ, അവൻ നടക്കുന്നത്, ഇരിക്കുന്നത്, കളിക്കുന്നത്, സംസാരിക്കുന്നത് ആരുടെ കൂടെയാണ്. ഇത് പ്രായ വ്യത്യാസം പോലും ഇന്നില്ല. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് പോലും ഇത്തരം വസ്തുക്കൾ കണ്ടെടുക്കപ്പെടുന്നുവെങ്കിൽ ഇനി ഈ സൊസൈറ്റിയുടെ പോക്ക് എങ്ങോട്ടായിരിക്കും? ഞാൻ നിരാശപ്പെടുത്തുവാൻ വേണ്ടി പറയുകയല്ല, മറിച്ച് ജാഗ്രത കാണിക്കുവാൻ വേണ്ടി പറയുകയാണ്. അസർട്ടീവ്നെസ്. തെറ്റായ ഒരു കാര്യത്തിലേക്ക് ഒരു സുഹൃത്ത്, ഒരു പരിചിതൻ, ഒരു അപരിചിതൻ ആരായിരിക്കട്ടെ എന്നെ ക്ഷണിക്കുമ്പോ
ധൈര്യത്തോടെ തന്റെ ഇടത്തോടെ നോ എന്ന് പറയാനുള്ള ഒരു വിൽ പവർ ഉണ്ടല്ലോ, അതിന് ഞാനില്ല, അതെനിക്ക് വേണ്ട, അത് ഞാൻ ഉപയോഗിക്കില്ല. എനിക്കൊരു ഉപ്പയുണ്ട്, എന്നെ കാത്തിരിക്കുന്ന ഒരു ഉമ്മയുണ്ട്, എന്നെ ഉമ്മ വെച്ച് പറഞ്ഞയച്ച ഉപ്പയുടെയും ഉമ്മയുടെയും അടുക്കലേക്കും എനിക്ക് തിരിച്ചു പോവേണ്ടതുണ്ട് എന്ന ബോധം പ്രിയപ്പെട്ട മക്കളെ നമ്മൾക്കുണ്ടാവണം. ഇദ്ദേഹം പറയുന്നുണ്ട് ഇതിന്റെ ഒരു 5 ഘട്ടങ്ങൾ. ഒന്നാമത്തെ ഘട്ടം ഞാൻ ഈ പറഞ്ഞ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ധൈര്യത്തിന്റെ ഒരു ഘട്ടമാണ്. അവിടെ അവന് സാഹസികത. ചില ആളുകളൊക്കെ, ചില കുട്ടികളൊക്കെ ബൈക്കില് കസർത്തി പോകുന്നവരല്ലേ, എല്ലാ ബൈക്ക് ചേർന്നവരും ഇതിന്റെ ആളുകളാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർക്ക് ലഭിക്കുന്ന അതിസാഹസികതക്കുള്ള ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ്, ഇത് അവർക്ക് ആദ്യത്തിൽ ചുറുചുറുക്കുണ്ടാകും. എന്നാൽ എനർജി കൂടും, ഉറക്കൊഴിച്ചിരിക്കാൻ സാധിക്കും, എന്തും ചെയ്യാൻ സാധിക്കും, ഏത് റിസ്ക് ഉള്ള കാര്യവും ഏറ്റെടുക്കാൻ സാധിക്കും. ഇത് നേരത്തെ പറഞ്ഞ ഈ ഡോപാമിൻ എഫക്റ്റ് ആണ്. അതാണ് ഒന്നത്തെ അദ്ദേഹം പറയുന്നത് ധൈര്യത്തിന്റെ ഘട്ടം 1. രണ്ടാമത്തേത് സംശയമാണ്, അഥവാ സ്വഭാവ രംഗത്ത് അവനിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ. എന്തുകൊണ്ട് അവന് പിന്നീട് അവിടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉപ്പാനും ഉമ്മാനും സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും അവന് സംശയം വരും, അവർക്ക് ഇങ്ങോട്ടും സംശയം വരും, കുടുംബത്തിലും അവനൊരു സംശയത്തിന്റെ, ഇവൻ എന്തോ ചില പ്രത്യേകതകളുണ്ടല്ലോ, ഇവന്റെ സ്വഭാവം ആകെ മാറിയല്ലോ, ഇതുവരെ സുഖമായി ഉറങ്ങിയിരുന്ന കുട്ടി ഇപ്പോ അസമയത്ത് ഉണരുന്നു, സംസാരത്തിലുള്ള പ്രത്യേകതകൾ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, ആരെയും പരിഗണിക്കുന്നില്ല, കാശ് ചോദിക്കുന്നു, അലമുറയിടുന്നു, പ്രത്യേക സമയത്ത് കോളുകൾ വരുന്നു, ആറിന് കൂടിയൊക്കെ ഇറങ്ങിപ്പോകുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. ഇങ്ങനത്തെ സ്വഭാവ രംഗത്തുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പതുക്കെ പതുക്കെ ഇവനെ എല്ലാവരും സംശയിക്കും, സ്വാഭാവികമായിട്ടും ഇവൻ മറ്റുള്ളവരെയും സംശയിക്കും. ഇതാണ് രണ്ടാമത്തെ ഘട്ടം, സംശയത്തിന്റെ ഘട്ടം. മൂന്നാമത്തേത് പ്രശ്നഘട്ടമാണ്, അഥവാ കുടുംബത്തിൽ എല്ലാവരും ഇത് അറിഞ്ഞു, നാട്ടിലും വീട്ടിലും പരിസരത്തും ഒക്കെ പാട്ടായി മാറി, ഇവൻ അടിക്കാനും ഇടിക്കാനും തകർക്കാനും ഒക്കെ തുടങ്ങി. ഗ്ലാസുകൾ ഇടിച്ച് പൊട്ടിക്കുക, വീട്ടിലുള്ള പാത്രവും പ്ലേറ്റും മറ്റുള്ളതൊക്കെ എറിഞ്ഞുടക്കുക. പിന്നെ ഇവന് ഇതിന്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ ഇവൻ ആവശ്യത്തിന് കാശ് കയ്യിൽ ഉണ്ടാകൂല, അത് കിട്ടാൻ വേണ്ടിയിട്ട് പണം മോഷണം തുടങ്ങും, സ്വർണം മോഷ്ടിക്കാൻ തുടങ്ങും, വണ്ടികൾ മോഷ്ടിക്കും, അവസാനം വണ്ടിയുടെ ബാറ്ററി വരെ ഊരിക്കൊണ്ട് പോയിട്ട് വിൽക്കും. അങ്ങനെ എന്തൊക്കെ മോഷ്ടിക്കാൻ സാധിക്കുമോ അങ്ങനെ ഒരു മോഷണത്തിന്റെ തലത്തിലേക്ക്, ഒരു പ്രശ്നക്കാരനായിട്ട്, അഥവാ ഒരു സാമൂഹിക വിപത്തായിട്ട് ഇവൻ മാറുന്നൊരവസ്ഥ. അവസാനം അവന് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാതിരിക്കാൻ, നമ്മൾ പറയലോ, ഉമ്മാനെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് അവൻ മാനസികമായി തകർന്നു പോകും. ഇതാണ് ജീവിതം കൈവിട്ടു പോകുന്ന ഒരു ഘട്ടം, മൂന്നാം ഘട്ടം, പ്രശ്നത്തിന്റെ ഘട്ടം. നാലാമത്തേത് ഭയമാണ്. ഇവന്റെ ശക്തിയൊക്കെ ക്ഷയിച്ചു, ഇവന് നേരത്തെ നല്ല എനർജി ആയിരുന്നു ഇത് ഉപയോഗിക്കുമ്പോൾ, പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ട് അവന്റെ പവർ ചോർന്നു പോയി, നിരാശ ബാധിച്ച് ആരോ തന്നെ ഫോളോ ചെയ്യുന്നു എന്ന തോന്നലുണ്ടായി, ഭീരുത്വത്തിലേക്ക് അകപ്പെട്ടു പോയി, തന്നെ ആരോ കൊല്ലാൻ വരുന്നു എന്ന ചിന്ത വന്നു. അങ്ങനെ ഇവനാകെ ഡൗൺ ആയി പോകുന്ന നാലാം ഘട്ടം. അഞ്ചാമത്തെ ഘട്ടം അവൻ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്ന ഘട്ടമാണ്. അതാണ് അവന്റെ മനസ്സിൽ, പക്ഷെ അവൻ എന്തെങ്കിലും ഒരു കയറിലോ വണ്ടിക്ക് തലവെച്ചിട്ടോ മാരകായുധം ഉപയോഗിച്ചിട്ടോ, ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അനുഭവസ്ഥനായ ചെറുപ്പക്കാരൻ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗികമായി പുറത്തുവിടപ്പെട്ടതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചത്. ഇത്രയും മാരകമായ ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടന്ന സംഗതികളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമ്മൾക്ക് നല്ല ബോധം, നല്ല ശ്രദ്ധ. ഇപ്പൊ നമ്മളെ വീട്ടിലേക്ക് രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടി തിരിച്ചു വരുന്ന സമയത്ത് ഉമ്മയും ഇന്ന് നമുക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ചില സംഗതികൾ, മക്കളെ ഒന്ന് ചേർത്ത് നിർത്തുക, മക്കളുടെ കണ്ണിലേക്കൊന്ന് നോക്കുക, മക്കളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക, അവർ പറയുന്നത് കേൾക്കാൻ സമയം കൊടുക്കുക, അവരോടൊന്ന് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർ ജീവിക്കുന്ന ലെവൽ എന്താന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച്, അവരിയ്ക്കുന്ന ഇടത്തെ കുറിച്ച്, അവരുടെ ജീവിത രീതിയെ കുറിച്ച്, അങ്ങനെ അവരോടൊന്ന് ചേർന്ന് നിന്ന് ഒരു നല്ല ബന്ധം, റാപ്പോ മക്കളുമായി ഉണ്ടാക്കിയെടുക്കുക, തുറന്ന് സംസാരിക്കുക.
നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ചേർത്ത് നിർത്തുക, ടച്ച് കങ്കർ. മക്കളെ സ്പർശിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളുള്ള കുട്ടികള് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കും. എത്രത്തോളം വെച്ചാൽ വിദഗ്ധർ പറയുന്നത് മക്കളുടെ സ്മെല്ലിലടക്കം മാറ്റം വരുന്ന സ്മെല്ല്. ഒരു ഉപ്പാക്ക് അറിയാം തന്റെ കുട്ടിന്റെ ഗന്ധം എന്താണ് എന്നുള്ളത്. അത് മാറും. ഇടക്ക് ബാഗൊക്കെ ഒന്ന് പരിശോധിക്കുക. അവനെ സംശയിക്കാനല്ല. നമ്മുടെ മക്കൾ മനസ്സിലാക്കുക, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, നമ്മളെ സംരക്ഷിക്കേണ്ടത് ഉപ്പാന്റെ ഉമ്മാന്റെ ഉത്തരവാദിത്താണ്. അതുകൊണ്ടാണ് അവര് എനിക്കൊരു എക്സ്ട്രാ കെയർ തരുന്നത്, എക്സ്ട്രാ ശ്രദ്ധ തരുന്നത് എന്ന നിലക്ക് പോസിറ്റീവായിട്ട് മക്കളെ ഇதை കാണുക. അങ്ങനെ എന്തെങ്കിലും മാറ്റം കുട്ടിയുടെ പോക്കറ്റ്, ഷർട്ട്, ഡ്രസ്സ് അലക്കുന്ന സമയത്ത് ഉമ്മമാര് അതിനകത്ത് നമുക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും കാണുന്നുണ്ടോ? പ്രത്യേക തരത്തിലുള്ള കവറുകൾ, ഒട്ടിച്ചു വെക്കാവുന്ന കവറുകൾ, പ്രത്യേക തരത്തിലുള്ള ബാഗുകൾ, പ്രത്യേക തരത്തിലുള്ള പൊടികൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മക്കള് എന്ന് ഞാൻ പറഞ്ഞു. നമ്മളെ മക്കളൊന്നും ഈ പള്ളിയിൽ വരുന്നതൊക്കെ അൽഹംദുലില്ലാഹ് നല്ല കുട്ടികളാണ്, അല്ലാത്തവരൊന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഈ കുട്ടികൾ, നമ്മളെ ഈ നല്ല മക്കൾ നടക്കുന്നത് നേരത്തെ പറഞ്ഞ മക്കളുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ ഇവർ അതിന്റെ വക്കിൽ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് മക്കളെയൊക്കെ ഒന്ന് ഉപദേശിക്കുക. ഉപദേശം എന്ന് പറയുമ്പോ തന്നെ ഇന്ന് ഈ ഇൻഫ്ലുവൻസേഴ്സ്, നേരത്തെ പറഞ്ഞ നമ്മുടെ രക്ഷിതാക്കളെ കുറിച്ച് അവർക്ക് പറയാനുള്ളത് ഒരു അമ്മാവൻ വൈബും ഞാൻ അധികം വേർഡ്സ് അതിൽ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക തലത്തിലേക്ക് രക്ഷിതാക്കളൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഉപദേശിക്കാൻ പോലും പാടില്ല. ഒരു പുതിയ പാട്ട് മക്കളെ സ്വാധീനിക്കുന്നത് മാതാപിതാക്കളെ മാപ്പ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് പിന്നെ അതിൽ പറയുന്നത് ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത് ഗുണപാഠങ്ങളോ മതിയാക്കി. ഏത് ഗുണപാഠങ്ങൾ നൽകുന്ന കഥകളിലൂടെയായിരുന്നു ഇളം തലമുറയെ നമ്മൾ വാർത്തെടുത്തിരുന്നത്. അതുപോലും നിർത്തണം, ഉപദേശിക്കാൻ പോലും അർഹതയില്ല എന്നുള്ളതിന് നിയമ സപ്പോർട്ട് നൽകുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി, ഒരു തെറ്റ് കണ്ടാൽ കൈ കൊണ്ട് തടുക്ക്, അതിന് സാധിക്കുന്നില്ലെങ്കിൽ നാവ് കൊണ്ട് തടുക്ക്, മിനിമം ഹൃദയം കൊണ്ട് വെറുക്കെങ്കിലും ചെയ്യ്. പക്ഷെ അതിന് പോലും സാധിക്കാത്ത രീതിയിലേക്ക് കാലം അതപ്പതിക്കുമ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ജാഗ്രത കാണിക്കുക. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന വചനത്തിൽ ലാ തശ്റബൽ ഖംറ, നിങ്ങൾ ഒരിക്കലും മദ്യപിക്കരുത്, ഫഇന്നഹാ മിഫ്താഹു കുല്ലി ഷൈഇൻ, എല്ലാ തെറ്റിന്റെയും കവാടം ലഹരി വസ്തുക്കളാണ്. എല്ലാ തെറ്റിലേക്കും, ഒരു തെറ്റല്ല ലഹരി കഴിക്കാൻ പറയുന്നത്, ആ ഒരു തെറ്റല്ല, അത് മറ്റ് തെറ്റിലേക്കുള്ള കവാടമാണ്. അതിലൂടെ കൊല ചെയ്യപ്പെടുന്നു, അതിലൂടെ കുടുംബത്തിൽ അക്രമങ്ങൾ ഉണ്ടാവുന്നു, അതിലൂടെ ഉമ്മയെയും സഹോദരിയെയും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു. മറ്റൊരു വചനം ഇബ്നു അബ്ബാസ് പറയുന്നു, ഇജ്തനിബു അൽ ഖംറ ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്, നിങ്ങൾ ഖംറടക്കമുള്ള മദ്യമടക്കമുള്ള ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക, എല്ലാ പാപങ്ങളുടെയും മാതാവാണ് ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നല്ല ജാഗ്രത ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി 14 നൂറ്റാണ്ട് മുൻപ് ഇതിലേറെ ലഹരിക്കടിപ്പെട്ട ഒരു ജനതയെ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തത് ഞാൻ നിങ്ങളെ ഒതുക്കി കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ മാഇദയിലെ 5-ാം അധ്യായം 90-91 വാക്യങ്ങൾ നമ്മളൊന്ന് എടുത്ത് മനസ്സിലാക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു, മദ്യം, ലഹരി വസ്തുക്കൾ, വൽ മൈസിർ, ചൂത്, ലോട്ടറി, നേരത്തെ പറഞ്ഞ ഗാംബ്ലിംഗ്, വൽ അൻസാബ്, പ്രതിഷ്ഠ, വൽ അസ്ലാം, പ്രശ്നം നോക്കുന്നത്, ഇതെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, മ്ലേച്ഛമായ കാര്യങ്ങളാണ്. മ്ലേച്ഛം. എത്ര ദുർഗന്ധമാണ് ഇത്തരം ആളുകൾക്ക്, എത്ര വേസ്റ്റാണ് ഇവര്. ആർക്കും വേണ്ടാത്ത അസ്പൃശ്യരായി പോകുന്ന ഒരു തലമുറയായി ഉണർവുള്ള ജനത മാറിപ്പോകുന്നത് ലഹരിയിലൂടെയാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കി കളി മക്കളെ. അവിടെ കടുക്കണ്ട, അതിനോട് നോ പറയുക, അവിടേക്ക് സമീപിക്കാതിരിക്കുക. അത് മാത്രമേ ഈ പുതുതലമുറയെ രക്ഷപ്പെടുത്തിയെടുക്കുവാനുള്ള വഴിയായിട്ട് നമുക്കുള്ളൂ. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ശൈത്താൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ ശത്രുതയും അത് രണ്ട് വ്യത്യാസം ഉണ്ടാക്കുവാനാണ്. കള്ളിലൂടെയും അതേപോലെ തന്നെ ഇത്തരം ചൂതിലൂടെയും ദൈവസ്മരണയിൽ അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നമസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയുവാനാണ് ശൈത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഫഹൽ അൻതും മുൻതഹൂൻ, ഈ ചോദ്യം 14 നൂറ്റാണ്ട് മുൻപ് റസൂലുള്ളാഹി ചോദിച്ചപ്പോ സഹാബാക്കൾ ഇൻതഹൈന എന്ന് പറഞ്ഞ് ഒഴിവാക്കി.
നിങ്ങൾക്ക് നിർത്തിക്കൂടെ? പക്ഷേ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരും ഭരണകർത്താക്കളും ഒക്കെ വരുമാനം ഉണ്ടാക്കുവാനുള്ള മാർഗമായി ഇതിനെ ഉപയോഗപ്പെടുത്തുന്നിടത്തോളം കാലം നമ്മളെ മക്കളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കല്ലാതെ വേറൊരു വഴിയില്ല. ഇതവർക്ക് വരുമാനമാണ്, ഇതവർക്ക് ആരോഗ്യം നൽകുന്നതാണ്, അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ മക്കൾ രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ജാഗ്രത കാണിക്കുക. അള്ളാഹു നമ്മെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.